LSJ സെക്രട്ടറി പരീക്ഷയുടെ മെയിൻസ് പരീക്ഷയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ളത്. അതായത് LSJ സെക്രട്ടറി പരീക്ഷയുടെ മെയിൻസിലെ ഒരു പ്രധാന ടോപ്പിക്കാണ്. മെയിൻസിലെ പേപ്പർ 2-ൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അർബൻ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അർബനൈസേഷനും അർബൻ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കീംസും ദെൻ അർബൻ റിലേറ്റഡ് ആയിട്ടുള്ള അർബൻ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ളത്. അതായത് നഗരവികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നയങ്ങൾ, വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നയങ്ങളാണ് അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ നയങ്ങൾ എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നഗരവികസനത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ നഗരവികസനത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന നയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യം നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് 74ാമത് ഭേദഗതി അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 74ാമത് ഭേദഗതി പ്രകാരം 1992-ലെ 74ാമത് ഭേദഗതി പ്രകാരം സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്തതാണ്, അതായത് അർബൻ ലോക്കൽ ബോഡീസിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ അർബനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നഗരങ്ങളുടെ വികസനവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ചെയ്തു തുടങ്ങിയത് നമ്മുടെ അർബനൈസേഷനും വളരെയധികം റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു 90s തന്നെയാണ്. അതെങ്ങനെയാണ്? നമ്മുടെ ഭരണഘടനയിൽ ഒരു 74ാമത് ഭേദഗതി കൊണ്ടുവന്ന് അതിലൂടെ നഗരങ്ങൾക്ക്, ഗ്രാമങ്ങൾക്ക്, റൂറൽ ഏരിയയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ റൂറൽ ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ്, പ്രാദേശിക ഭരണം ഉറപ്പുവരുത്തുന്ന പോലെ നഗരത്തിൻ്റെ ഭാഗത്തും നഗര ഏരിയകളിലും ഒരു അർബൻ ലോക്കൽ ബോഡീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 74ാമത്, ഓൾറെഡി നമുക്ക് അർബൻ ലോക്കൽ ബോഡീസൊക്കെ ഒരു ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അതിനെ ഭരണഘടനാവൽക്കരിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലൊരു ഭേദഗതി കൊണ്ടുവന്നു, 74ാം ഭേദഗതി. അപ്പോൾ 74ാം ഭേദഗതിയിലൂടെ അർബൻ ലോക്കൽ ബോഡീസ് വന്നു. അപ്പോൾ നഗര വികസനത്തിൻ്റെ പോളിസീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ഭരണഘടനയുടെ 74ാമത് ഭേദഗതിയാണത്. സോ ആ ഒരു ഭേദഗതി 1992-ലെ ഈ ഭേദഗതി പ്രകാരം എന്താണ്, സംസ്ഥാന സർക്കാരുകളൊക്കെ അവരുടെ മുനിസിപ്പൽ ബൈലോയിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട്, നഗര തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്കൊരു സ്വയംഭരണ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരം നൽകി. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ, അപ്പം അതാണ് നമ്മുടെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന നയങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഈ ഒരു ഭരണഘടനയിൽ കൊണ്ടുവന്ന 74ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ള അതുവരെ ഉണ്ടായിരുന്ന നഗരഭരണത്തിനുള്ള സംവിധാനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചതാണ്. അപ്പോൾ 74ാം ഭേദഗതി അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ്. അർബൻ ലോക്കൽ ബോഡീസ് എന്നുള്ളൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു നയം. അപ്പോൾ അതോടുകൂടി അത്തരത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നഗര പരിസരങ്ങളിലും വന്നതോടുകൂടെ പ്രോപ്പറായിട്ട് നഗരങ്ങളുടെ അർബൻ ഡെവലപ്മെൻറ്റിനെ അത് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു 74ാമത് ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മളൊരു ക്ലാസ് അർബൻ ലോക്കൽ ബോഡീസിന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ടോപ്പിക്കും ആണത്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുണ്ട്.
അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ഈ ഒരു urban ഡെവലപ്മെൻറ്റ് പോളിസീസുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യമായി നോക്കുന്ന ഭാഗം. അപ്പോൾ അത് കഴിഞ്ഞു ഭരണഘടനയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കി. ഇനി ഒരു ആക്ട് ഉണ്ട്, ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, അതായത് ഈ ഭൂമി ഏറ്റെടുക്കുക, അതുപോലെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013. ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഓർഗനൈസേഷൻ നടക്കുമ്പോൾ, നഗരങ്ങളിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ആളുകളുടെ ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ട് ഏറ്റെടുത്ത ഭൂമിക്ക് വേണ്ട രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കുക, അതുപോലെ അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പുനരധിവാസത്തിനുള്ള സംവിധാനം ഒരുക്കുക, ഇത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാൻഡ് അക്വിസിഷൻ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശികൾക്ക് റൈറ്റ് ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് കോമ്പൻസേഷനും, അതുപോലെ അവർക്ക് വേണ്ട റീസെറ്റിൽമെൻറ്റ്, റീഹാബിലിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, ഇതിലൊക്കെ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യമാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ ഒരു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ വേണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒരു ആക്ടാണ് ഈ ഒരു 2013 ഈ ഒരു ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ട് ആക്ച്വലി ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ട് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമങ്ങളൊക്കെ വന്നത്. പക്ഷെ ഇപ്പോഴും കൃത്യമായിട്ടുള്ള രീതിയിൽ പൊതുസ്ഥലം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാര സംവിധാനം കറക്റ്റായിട്ടില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. അതുപോലെ പക്ഷേ സ്റ്റിൽ അത് ഒരു തരത്തിൽ അതിന് ആളുകൾക്ക് ചെറിയ രീതിയിലൊക്കെ അതൊരു ഹെൽപ്പായിട്ടുണ്ടെങ്കിലും ആക്ച്വലി ഈ ഒരു നിയമത്തിൽ പ്രോപ്പറായിട്ട് ഇപ്പോഴും ഇത് ശരിയായ രീതിയിലല്ല. അതുപോലെ ഈ ഒരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് ആളുകൾ ഈ ഒരു നിയമം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക്, അർബൻ ഡെവലപ്മെൻറ്റിനൊന്നും സ്റ്റേറ്റിനൊന്നും ഭൂമി ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിലൊക്കെ ഈ ഒരു ആക്ട് ആക്ച്വലി ഒരു റിവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഇപ്പോൾ റിവ്യൂവിലാണ് എന്നാണ്. അപ്പം എന്തായാലും ഈ ഒരു ആക്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ നഗരവൽക്കരണം എന്ന് ഓർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നഗരവൽക്കരണത്തിൻ്റെ പോളിസീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം, ഓരോ പ്രോഗ്രാമിനെയും ഷോർട്ട് ആക്കിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. എന്തായാലും നമ്മളൊരു urban ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ, വികസന നയം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു അതിൽ പ്രോഗ്രാംസ് നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാംസ്, അതായത് അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ, അമൃത് പ്രോഗ്രാം, അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന urban, സ്മാർട്ട് സിറ്റി മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഓഗ്മെൻറ്റേഷൻ യോജന, ഹൃദയ് എന്ന് പറയുന്ന പ്രോഗ്രാം, ദീൻ ദയാൽ അന്ത്യോദയ യോജന, ദേശീയ നഗര ഉപജീവന ദൗത്യം, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാംസ് നമ്മൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒന്ന് അറിഞ്ഞു വെച്ചേ തീരും. അപ്പോൾ നമുക്കൊന്ന് ഈ പ്രോഗ്രാംസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ക്ലാസ്സിൽ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഉണ്ട്. അത് കൂടാതെ ഞാൻ ഇവിടെ വന്ന് നമുക്കൊരു ഷോർട്ടായിട്ട് നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. സോ urban ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. യെസ്, അപ്പോൾ urban ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് urban ഡെവലപ്മെൻറ്റ് പോളിസീസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെയായിരുന്നു, ജവഹർലാൽ നെഹ്റു നാഷണൽ urban റിന്യൂവൽ മിഷൻ, നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ, JNNURM എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് 2005 ആരംഭിച്ച് 2014 നിർത്തലാക്കിയ ഒരു പ്രോഗ്രാമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുപോലെ അമൃത് പ്രോഗ്രാം അല്ലേ, ഇതിൽ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് അമൃത് പ്രോഗ്രാമാണ്. അമൃത് പ്രോഗ്രാമിൽ എങ്ങനെയാണ്, എന്തായിരുന്നു അമൃത് പ്രോഗ്രാം? വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു അല്ലേ. അപ്പോൾ അമൃത് പ്രോഗ്രാം അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്കീമാണ് അമൃത് പ്രോഗ്രാം അല്ലേ.
എന്തായിരുന്നു അമൃത് പ്രോഗ്രാമിൽ? അമൃത് പ്രോഗ്രാം എന്തായിരുന്നു? അത് എങ്ങനെയുള്ള പ്രോഗ്രാമായിരുന്നു ഈ ഒരു സ്കീം അമൃത്? യെസ്, അതിലെ പേര് പോലെ തന്നെ അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് urban ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ആ ഒരു പേര്, അതാണ് അമൃത് എന്നുള്ളതിൻ്റെ. അത് ലോഞ്ച് ചെയ്തത് 2015 ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല പ്രോഗ്രാംസും 2015 ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. സോ അതിൽ അമൃത് പ്രോഗ്രാം 2015 നമ്മുടെ ഭവന നഗരകാര്യ മന്ത്രാലയമാണ് അമൃത് പ്രോഗ്രാം കൊണ്ടുവന്നത്. അപ്പം അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതായത് ശരിയായ ജലവിതരണവും മലിനജല സംസ്കരണവുമാണ് അതിൻ്റെ ഏറ്റവും മുൻഗണനാ മേഖല അമൃത് പ്രോഗ്രാമിന് ഉണ്ടായിരുന്നത്. അതുപോലെ പച്ചപ്പെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റികൾക്കുള്ളിൽ തന്നെ വിശാലമായിട്ടുള്ള പാർക്കുകളും പച്ചപ്പൊക്കെ ചെയ്യുക, പച്ചപ്പിന് വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ വെച്ച് പാർക്കുകളൊക്കെ വികസിപ്പിക്കുക. അതുപോലെ ഗതാഗതത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ ആളുകൾ ഈ ഒരു മോട്ടറൈസ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം സൈക്കിൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒരു വായുമലിനീകരണം കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു അമൃത് പ്രോഗ്രാമിൽ അല്ലേ. അതുപോലെ അത് 500 നഗരങ്ങളെയാണ് നമ്മളത് ഫോക്കസ് ചെയ്തിരുന്നത്. 100,000-ലധികം ജനസംഖ്യയുള്ള നഗരങ്ങളെയായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് അമൃത് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അമൃത് പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മലിനജല സംസ്കരണവും ആളുകൾക്ക് നഗരങ്ങളിലെ വീടുകളിലേക്ക് നല്ല ശുദ്ധജല ലഭ്യതയും, ഇത് രണ്ടുമാണ്. ജലവിതരണവും റിലേറ്റഡ് ആയ, അതായത് ശുദ്ധജല വിതരണവും അതുപോലെ മലിനജല സംസ്കരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് അല്ലേ. യെസ്, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അമൃത് 2.2 വന്നിരുന്നു പ്രോഗ്രാം. 2021 അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ, അമൃത് 2 എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ അതിലൂടെയും എഗെയിൻ എല്ലാ വീട്ടുകളിലേക്കും ജലവിതരണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ആദ്യഘട്ടത്തിൽ അത്രയും നഗരങ്ങൾക്ക് തന്നെ ഇതും ഈ ഒരു സ്കീമും ഉപയോഗപ്രദമായി നമ്മൾ നോക്കിയതാണ്. അതുപോലെ മലിനജലത്തിൻ്റെയൊക്കെ ഒരു പുനരുപയോഗിക്കുക അത് എന്നുള്ളൊരു കോൺസെപ്റ്റ്, സിറ്റി വാട്ടർ ബാലൻസ് പ്ലാൻ അല്ലേ, ഇതൊക്കെയാണ് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇക്കണോമി ഓഫ് വാട്ടറിനെ നമ്മൾ മലിനജലത്തെ വീണ്ടും പുനരുപയോഗിച്ച് എത്രത്തോളം ഒരു വാട്ടറിനെ പുനരുപയോഗിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ഒരു അമൃത് 2 പ്രോഗ്രാം. അപ്പോൾ അമൃത് പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം urban ഡെവലപ്മെൻറ്റ് പോളിസീസിൽ സ്കീംസും വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് അമൃത്. അതുപോലെ ഹൃദയ് സ്കീം, അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ഹെറിറ്റേജ് സിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഹൃദയ് സ്കീം അല്ലേ. നാഷണൽ ഹെറിറ്റേജ് സിറ്റി, ഒരു പാരമ്പര്യമായിട്ടുള്ള സാംസ്കാരിക പൈതൃകമൊക്കെയുള്ള സിറ്റികൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഹൃദയ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതും 2015 ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. അപ്പം അതിലൂടെ ബേസിക്കലി പൈതൃക നഗരങ്ങളെയൊക്കെ സംരക്ഷിക്കുക, അത് നഗരങ്ങളെ ആസൂത്രണം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ടും ഒരു നാഷണൽ ഹെറിറ്റേജ്, ഒരു പൈതൃക സംരക്ഷണം, സംസ്കാര സംരക്ഷണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൃദയ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ പൈതൃക നഗരങ്ങളിൽ തന്നെ അവിടെയുള്ള സുരക്ഷയും അവിടുത്തെ ശുചിത്വവും അവിടെ നമ്മൾ എത്രത്തോളം ഉപജീവന മാർഗം അവിടെ സൃഷ്ടിക്കാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഹൃദയ് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. അപ്പം അതാണ് ഹൃദയ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അത് 2019 അവസാനിച്ചത് ആ ഒരു പദ്ധതി. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ള പ്രധാന നഗരങ്ങൾ അല്ലേ, ആ ഒരു നഗരങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? അജ്മീർ, അമരാവതി, ബദാമി, ഗയ, മധുര, പുരി, വാരണാസി, വേളങ്കണ്ണി, വാരങ്കൽ, ദ്വാരക, കാഞ്ചീപുരം, അമൃത്സർ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം. ദെൻ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഏതായിരുന്നു? സ്മാർട്ട് സിറ്റി മിഷൻ അല്ലേ. സ്മാർട്ട് സിറ്റി മിഷൻ പേര് പറയുന്ന പോലെ തന്നെ ഒരു 100 സ്മാർട്ട് സിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സിറ്റീസിനെ എത്രത്തോളം ടെക്നോളജിയൊക്കെ ബന്ധപ്പെടുത്തി നഗരങ്ങളെ പ്രോപ്പറായിട്ട് അവിടെ ആളുകൾക്കുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അതുപോലെ ടെക്നോളജി ഉപയോഗിക്കുക. അപ്പോൾ COVID-19 സമയത്തൊക്കെ അത്തരത്തിൽ സ്മാർട്ട് സിറ്റികൾ അപ്പോൾ അവിടെ ടെക്നോളജിയുടെ ഒക്കെ അഡ്വാൻസ്മെൻറ്റ് കാരണം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് സ്മാർട്ട് സിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ മെയിനായിട്ട് അതിൽ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുക, അതുപോലെ ഒരു നഗരത്തിന് വേണ്ട എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട് സിറ്റി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്, അതിൽ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സ്മാർട്ട് സിറ്റി പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മൾ ഏത് പ്രോഗ്രാമൊക്കെയാണ് പിന്നെയുള്ളത്? അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന urban, എഗെയിൻ അത് റൂറൽ ആയിട്ടുമുണ്ട് urban ആയിട്ടുമുണ്ട്. urban ആളുകൾക്ക് വീടുകൾ എത്തിക്കുക, ഹൗസിംഗ് ഫോർ ഓൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്.
അപ്പം അതിൽ തന്നെ നമ്മൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടുന്നുണ്ട്. സ്ത്രീകളുടെ പേരിൽ അല്ലെങ്കിൽ സംയുക്തമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ആ രീതിയിലൊക്കെയാണ് വീടുകൾ ഓണർഷിപ്പ് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ അപ്പം അത്തരത്തിലുള്ള സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഈ പ്രോഗ്രാംസും സ്കീംസും ഒക്കെ അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീം അല്ലെങ്കിൽ പ്രോഗ്രാമാണ് അല്ലേ. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയമായിരുന്നു. അതുപോലെ തന്നെ അധികം ആളുകൾ പ്രധാനപ്പെട്ട ഒരു സ്കീം തന്നെയാണ് നമ്മുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ നമ്മൾ എന്തായാലും ഒരു ഏർബൻ ഡെവലപ്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഭാഗം നോക്കിയേ തീരും. അപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ സ്കീമുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ ശുചിത്വ രാജ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ മാനിക്കുന്നതിനായി അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് 2014 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനന്ന് അന്നാണ് ഈ ഒരു ക്യാമ്പയിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണത് ആരംഭിച്ചത്. അപ്പം സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഒരു കാര്യം, 2019 സെപ്റ്റംബർ 25 ന്യൂയോർക്കിൽ വെച്ചിട്ട് സ്വച്ഛ് ഭാരത് അഭിയാന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ഗോൾ കീപ്പർ പുരസ്കാരം നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. സോ നമ്മുടെ സ്വച്ഛ് ഭാരത് അഭിയാന് ഈ ഒരു പ്രോഗ്രാമിന് ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2019 പ്രധാനമന്ത്രി അത് ഏറ്റുവാങ്ങിയത്. അതുപോലെ ഈ സ്വച്ഛ് ഭാരതിനെ നമ്മൾ ഈ ഒരു ഏർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ ക്യാമ്പയിൻ ദേശീയ തലത്തിലെ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ദേശീയ തലത്തിൽ. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിലുള്ള പ്രചാരങ്ങൾ ക്യാമ്പയിൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സേ രക്ഷ, സ്വച്ഛത പക്വത, സ്വച്ഛത ശ്രമദാൻ, സ്വച്ഛത ഹി സേവ, ഇങ്ങനെയുള്ള കുറച്ച് ക്യാമ്പയിൻസ് അതിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതുപോലെ സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യമാണ്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ശുചിത്വത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു അവബോധം പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ടോയ്ലറ്റുകൾ, ഓരോ വ്യക്തികൾക്കും ടോയ്ലറ്റ്, അതുപോലെ ദ്രവ മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ ഗ്രാമശുചിത്വം, സുരക്ഷിതവും മതിയായ കുടിവെള്ള വിതരണം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ശുചിത്വ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സോ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നുള്ള പ്രോഗ്രാം, അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഡേറ്റ് നമ്മൾ പറഞ്ഞു, ഗാന്ധിജിയുടെ ഒരു കോൺസെപ്റ്റ്. അപ്പം ഏത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തതാന്ന് പറയുമ്പോൾ ഗാന്ധിജിക്ക് ശുചിത്വ രാജ്യം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം വന്നത്. അതുപോലെ രാജ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപ്രിയവുമൊക്കെ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ ഒരു സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. അതുപോലെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, സ്വച്ഛ് ഭാരത് പ്രോഗ്രാമിന് നമുക്ക് ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് 2019 ലഭിച്ചത്. ന്യൂയോർക്കിൽ വെച്ചിട്ട് പ്രധാനമന്ത്രിയാണ് അത് ഏറ്റുവാങ്ങിയത്. അതുപോലെ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ ക്യാമ്പയിൻ നമ്മൾ ദേശീയ തലത്തിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഇതുമായി ബന്ധപ്പെട്ട്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ ഓരോ വ്യക്തിക്കും ടോയ്ലറ്റ്, ദ്രവ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ശുചിത്വം എന്നുള്ളതാണ്. ഇനി അതാണ് ബേസിക് ആയിട്ട് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ. ഇനി ഈ സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ, അതാണ് നമ്മളിനി പഠിക്കേണ്ടത്. ഏർബൻ 1 ആൻഡ് ഏർബൻ 2. ഇത് രണ്ടും ഏർബൻ നഗരപ്രദേശങ്ങളിലെ സ്വച്ഛ് ഭാരത് റൂറൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ സ്വച്ഛ് ഭാരത് ഉള്ളതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും ഉണ്ട്. അപ്പോൾ ഏർബൻ ഡെവലപ്മെൻറ്റ് സ്കീംസ് എന്നുള്ള ഭാഗത്തിൽ നമ്മളിതിൻ്റെ നഗരപ്രദേശം ബേസിക് ആയിട്ടുള്ള സ്വച്ഛ് ഭാരത് ടോട്ടൽ ആ സ്കീമിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏർബൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ എന്ന് പറയുന്നത് നഗരവികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. സോ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഏർബൻ എന്ന് പറയുന്നത് നഗര വികസന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതുപോലെ നമ്മുടെ രാജ്യത്ത്
ഉള്ള പട്ടണങ്ങളിലും, അതായത് 377 ദശലക്ഷം ജനസംഖ്യയുള്ള 4041 പട്ടണങ്ങളിലും, നിയമാനുസൃതമായിട്ടുള്ള പട്ടണങ്ങളിലും ഒക്കെ ശുചിത്വവും ഗാർഹിക ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എല്ലാ നഗരങ്ങളിലും ഖരമാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ സ്ഥാപിക്കാനും ഈ ഒരു പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൽ ഈ ഒരു പദ്ധതിയുടെ സ്വച്ഛ് ഭാരത് അഭിയാൻ ഏർബന്റെ ഘടകങ്ങൾ, ഏർബനിൽ തന്നെ 1 ഉണ്ട് 2 ഉണ്ട്. ഇത് 1 ആണ്. ഇപ്പോൾ വ്യക്തിഗത ഗാർഹിക കക്കൂസുകൾ, ആളുകൾക്ക് വ്യക്തിഗതമായിട്ട് കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ, പൊതു ടോയ്ലറ്റ്, മുനിസിപ്പൽ ഖരമാലിന്യ സംസ്കരണം, അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ, പൊതു അവബോധം, കപ്പാസിറ്റി ബിൽഡിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഇല്ലാതാക്കാനൊക്കെയാണ് ഇതിൻ്റെ നഗര ശുചീകരണ ദൗത്യം ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, മാനുവൽ ആയിട്ടുള്ള തോട്ടിപ്പണി ഇല്ലാതെയാക്കുക, ഖരമാലിന്യ സംസ്കരണം, സാനിറ്ററി ടോയ്ലറ്റുകൾ ഫ്ലഷ് ടോയ്ലറ്റുകളാക്കി മാറ്റുക, അങ്ങനെയുള്ള ഉദ്ദേശങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള, അപ്പം നമ്മുടെ രാജ്യത്തൊരു വലിയ പ്രശ്നമായിരുന്നു ഓപ്പൺ ഡിഫെക്കേഷൻ എന്ന് പറയുന്നത്, അതായത് തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം എന്നുള്ള പ്രശ്നം. അപ്പം ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു ഇഷ്യൂ, അപ്പം അത് നമ്മുടെ രാജ്യത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ വന്നതിന് ശേഷമാണ് അതിൽ കണക്കുകൾ പ്രകാരം പല സ്റ്റേറ്റുകളും ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ, ഒരു തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം എന്നുള്ളതിൽ നിന്ന് ഫ്രീ ആയിട്ട്, നമ്മൾ പറഞ്ഞിരുന്നു കേരളമൊക്കെ അതിൽ നിന്ന് ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ സ്റ്റേറ്റായി, അത്തരം ഒരു കാര്യം നിലനിൽക്കാത്ത സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് പല സിറ്റികളും എല്ലാം അങ്ങനെ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആയിട്ട് മാറാൻ തുടങ്ങി. അപ്പം നമ്മുടെ രാജ്യത്തെ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ ഉള്ള ഒരു ദൂഷ്യ ഫലങ്ങളാണ് തരുന്നത്. അതായത് ഇത്തരത്തിൽ ശുചിത്വമില്ലാത്ത ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഓപ്പൺ ഡിഫെക്കേഷൻ എന്നുള്ളത് അത് അവിടുത്തെ കുട്ടികൾക്ക് പോലും കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുക ഉൾപ്പെടെയുള്ള വളരെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനായിരുന്നു ഈ ഒരു പ്രോഗ്രാം, ആൻഡ് നഗരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സും, അത് സ്വച്ഛ് ഭാരത് അഭിയാൻ ഫസ്റ്റ് 1ന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ എഗെയിൻസ്റ്റ് അതിൻ്റെ സൊല്യൂഷൻ, അതിനുള്ളൊരു അവബോധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്കീമുമായി നടത്തി. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് ആളുകളുടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് ആണ് വേണ്ടിയിരുന്നത്. ആളുകൾക്ക് കാലങ്ങളായിട്ട് തുടരുന്ന ശീലം അവർക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഒരു വലിയൊരു ചലഞ്ച്. അപ്പോൾ അതിനാണ് ഈ ഒരു പ്രോഗ്രാം പെരുമാറ്റ മാറ്റം അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ച്, അത് ഓർത്ത് വയ്ക്കുക. അതാണ് നമ്മുടെ രാജ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം ടോയ്ലറ്റ്സ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്താലും ആളുകൾ അത് വർഷങ്ങളായിട്ട് അത് ഉപയോഗിക്കാത്ത ആളുകൾക്ക് പെട്ടെന്ന് അത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആളുകൾക്ക് അവിടെ വേണ്ടത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യല്ല. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഒരുപാട് ടോയ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ആളുകൾക്ക് അതൊരു ശീലം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അവരുടെ പെരുമാറ്റമാറ്റം, ബിഹേവിയറൽ ചേഞ്ച് അല്ലെങ്കിൽ പെരുമാറ്റമാറ്റം, ആ ഒരു കാര്യമാണ് ഈ ഒരു സ്കീമിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ആളുകളുടെ ആ ഒരു തുടർന്നു വന്നിരുന്ന അവരുടെ ആ ഒരു പെരുമാറ്റം മാറ്റി ഒരു ഓപ്പൺ ഡിഫെക്കേഷൻ എന്നുള്ള ഇതിൽ നിന്നും മാറി അവർ ടോയ്ലറ്റ്സ് ഉപയോഗിക്കാൻ ഉള്ള ഒരു പെരുമാറ്റമാറ്റം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു വലിയൊരു ചാലഞ്ച്. അപ്പോൾ അതിനാണ് ഈ ഒരു പ്രോഗ്രാം ഊന്നൽ നൽകിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പം ക്ലീനിങ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രോഗ്രാം തന്നെയാണ് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം ഇതിലുള്ളത്, അപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു സ്കീമാണ് അല്ലേ, വലിയൊരു പ്രോഗ്രാമാണ് ഏർബൻ ഏരിയയിൽ കൊണ്ടുവന്നത് സ്വച്ഛ് ഭാരത് മിഷൻ. ഏർബൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ വലിയ അളവിൽ ഫണ്ട് വേണം, മൂലധനം വേണം, പ്രവർത്തന ചെലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു പങ്കാളിത്തം ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ പ്രൈവറ്റ് മേഖലയുടെ പങ്കാളിത്തത്തിന് അത് അത്യാവശ്യമാണ്. അപ്പോൾ അത് പ്രൈവറ്റ് മേഖലയുടെയും ഒരു പങ്കാളിത്തം ഇതിലുണ്ട്. ഇതിൻ്റെ മൂലധനം എല്ലാം റിലേറ്റഡ് ആയിട്ട് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമുണ്ട്. ഓക്കെ, അതുപോലെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതും ഓർത്തു വയ്ക്കുക ഒരു മിഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ 1 എന്ന് പറയുന്നത്. ഇനി സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ 2 ഉണ്ട്. നമുക്ക് അടുത്തതായിട്ട് അത് നോക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ പറയുന്ന ഫാക്ട്സ് ഒപ്പം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്കീംസുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പം സ്വച്ഛ് ഭാരത് മിഷൻ പറയുമ്പോൾ അതിൽ ഏത് അവാർഡാണ് കിട്ടിയത്, അത് എവിടെ വെച്ച് ആണ് അത് സ്വീകരിച്ചത്, പ്രൈം മിനിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ ഫാക്ട്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക.
ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ, സ്വച്ഛ് ഭാരത് മിഷൻ എന്താണെന്നുള്ളത് നോക്കി. സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ 1 നമ്മൾ നോക്കി. ഇനി സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ 2 അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ 2 എന്ന് നോക്കുമ്പോൾ എങ്ങനെയാണത്? 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള എല്ലാ ഏർബൻ ലോക്കൽ ബോഡീസിലെയും എന്താണ് മലിനജല സംസ്കരണമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സുസ്ഥിര ശുചിത്വം, ദെൻ ഖരമാലിന്യ സംസ്കരണം, വിവരങ്ങൾ, വിദ്യാഭ്യാസം, ആശയവിനിമയം, ദെൻ ശേഷി വർദ്ധിപ്പിക്കുക, അതൊരു കപ്പാസിറ്റി ബിൽഡിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്വച്ഛ് ഭാരത് മിഷൻ ഏർബൻ 2-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്, അത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എല്ലാ നിയമാനുസൃത നഗരങ്ങൾക്കും ODF, അതായത് ODF ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ എന്ന് പറയുന്നത്, അതായത് തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനത്തിൽ നിന്നും ഫ്രീ ആയി, അതിനാണ് നമ്മൾ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആയിട്ടുള്ള സിറ്റി ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക നിയമാനുസൃതമായിട്ടുള്ള നഗരങ്ങൾ. അപ്പം നഗരങ്ങൾ തന്നെ നിയമാനുസൃതമായിട്ടുള്ള നഗരങ്ങൾക്കെല്ലാം അവിടെ ഈ ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ ആയിട്ടുള്ള, ഓപ്പൺ ഡിഫെക്കേഷൻ നടക്കുന്നില്ല എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ 1,00,000-ൽ താഴെ ജനസംഖ്യയുള്ള എല്ലാ നിയമാനുസൃത പട്ടണങ്ങൾക്കും ഇതുപോലെ ഓപ്പൺ ഡിഫെക്കേഷൻ പ്ലസ് ഈ ഒരു സർട്ടിഫിക്കേഷൻ തന്നെയാണ് ഇതിലൊക്കെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഗാർബേജ് രഹിത നഗരങ്ങൾക്കായുള്ള ഹൗസിംഗ് ആൻഡ് ഏർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ സ്റ്റാർ റേറ്റിംഗ് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ നിയമാനുസൃത നഗരങ്ങൾക്കും കുറഞ്ഞത് 3 സ്റ്റാർ ഗാർബേജ് ഫ്രീ എന്ന റേറ്റിംഗ്. അപ്പോൾ ഈ ഒരു സ്കീം സ്വച്ഛ് ഭാരത് ഏർബൻ 2 വരുമ്പോഴേക്കും കുറച്ചും കൂടെ റേറ്റിംഗും, നഗരങ്ങൾക്കുള്ള റേറ്റിംഗ്, നഗരങ്ങൾക്കുള്ള ഒരു സർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഗാർബേജ് രഹിത നഗരങ്ങൾക്കായുള്ള ഹൗസിംഗ് ആൻഡ് ഏർബൻ അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ ഒരു സ്റ്റാർ റേറ്റിംഗ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഈ ഗാർബേജ് രഹിതമായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ അവർക്കൊരു 3 സ്റ്റാർ ഗാർബേജ് ഫ്രീ എന്നുള്ള റേറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇങ്ങനെയുള്ള വേസ്റ്റുകളുടെയൊക്കെ ഒരു ജൈവമായിട്ടുള്ള ഒരു പരിഹാരം, അങ്ങനെയുള്ള ഒന്നുകൂടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനും കൂടെ ഫോക്കസ് ചെയ്തു. പ്ലസ് ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒക്കെ സൊല്യൂഷൻസ് കണ്ടെത്തുന്ന സിറ്റികൾക്ക് സ്റ്റാർ റേറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ റേറ്റിംഗ് കൊടുക്കുക, ഓപ്പൺ ഡിഫെക്കേഷൻ ഫ്രീ സർട്ടിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏർബൻ ഒരു ഡെവലപ്മെൻറ്റ് പോളിസീസ് അല്ലെങ്കിൽ നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷൻ 2-ൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിൽ കുറച്ചും കൂടെ ഒരു ഇത്തിരി റേറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ കുറച്ചും കൂടെ സർട്ടിഫൈ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് അത് മാറി. ഇനി നമ്മൾ മറ്റ് നഗരവികസന പദ്ധതികൾ, അപ്പം നമ്മൾ നഗരവികസനവുമായി ബന്ധപ്പെട്ട സ്കീമുകൾ നോക്കി അല്ലേ, പ്രോഗ്രാംസ് നോക്കി. ദെൻ ആദ്യം നമ്മൾ 74ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ അർബൻ ലോക്കൽ ബോഡീസ് വന്നു. അവരെങ്ങനെയൊക്കെയാണ്, അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഏർബൻ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെയൊക്കെ ഒരു ഭരണഘടനാവൽക്കരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതാണ് ആദ്യം ചെയ്തത്. ആദ്യം നമ്മൾ നോക്കിയത് ഈ ഡെവലപ്മെൻറ്റ് പോളിസീസ് റിലേറ്റഡ്, അത് 74ാം ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായ കാര്യം. പിന്നെ നമ്മളൊരു ആക്ട് 2013 ആ ഒരു ആക്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഈ ഒരു നഗരങ്ങളുടെ വികസനത്തിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ, സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതെങ്ങനെ റീഹാബിലിറ്റേഷൻ, അതുപോലെ എങ്ങനെ സെറ്റിൽ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന നിയമം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും ഒരു ഏർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും ദെൻ നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്തു നിന്നും നമ്മൾ നോക്കി. ഇനി പിന്നെ പറഞ്ഞത് നമ്മൾ കുറച്ച് സ്കീംസ് ആണ് അല്ലേ, കുറച്ച് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ആണ്. പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞു എന്നുണ്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് ആ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് നോക്കി. പിന്നെ അതുമായി ബന്ധപ്പെട്ട ആ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള സ്വച്ഛ് ഭാരത് മിഷൻ നമ്മൾ കവർ ചെയ്തു. ഇനി മറ്റ് ഏതൊക്കെയാണ് മറ്റ് നഗരവികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യാവസായിക ഇടനാഴികൾ എന്നുള്ളതാണ്
മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വ്യവസായിക ഇടനാഴികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മൾ ഏതൊക്കെ ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെയാണ് വ്യവസായിക ഇടനാഴികൾ? അത് 5 പ്രധാന വ്യവസായിക ഇടനാഴികൾ നമുക്കിപ്പോൾ നമ്മുടെ രാജ്യം വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല ഏജൻസീസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടോട് കൂടെയാണ് ഇതിന് ഫണ്ടെല്ലാം വരുന്നത്. ഇപ്പോൾ ഡൽഹി മുംബൈ വ്യവസായ ഇടനാഴിയുണ്ട്, ദെൻ നമുക്ക് ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുണ്ട്, ദെൻ മുംബൈ ബാംഗ്ലൂർ സാമ്പത്തിക ഇടനാഴിയുണ്ട്, ഇക്കണോമിക് കോറിഡോർ, ദെൻ അമൃത്സർ ഡൽഹി കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയുണ്ട്, ദെൻ വിശാഖപട്ടണം ചെന്നൈ വ്യവസായ ഇടനാഴി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 5 വ്യവസായ ഇടനാഴികളുണ്ട്. അപ്പോൾ അത് നഗരവികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ളത് ഓർത്തു വെക്കണം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഈ രാജ്യനിർദ്ദിഷ്ടമായിട്ടുള്ള ടൈഅപ്പുകളുണ്ട്. രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ ഒരു ടൈഅപ്പുകൾ നടത്തുന്നു വികസനത്തിന് വേണ്ടിയിട്ട്. നഗരാസൂത്രണത്തിനും വികസനത്തിനും രാജ്യനിർദ്ദിഷ്ട ടൈഅപ്പുകൾ, കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ടൈഅപ്പുകളുണ്ട് നമുക്ക്. അതായത് ഇപ്പോൾ ക്യോട്ടോ നഗരത്തിൻ്റെ സഹായത്തോടെ വാരണസിയെ സ്മാർട്ട് സിറ്റി ആക്കി മാറ്റുന്നതിന് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. ഇത്തരത്തിലുള്ള ടൈഅപ്പുകൾ, കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ടൈഅപ്പുകൾ നമുക്കുണ്ട്. അപ്പോൾ വ്യാവസായിക ഇടനാഴി ഏതാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ കൺട്രി സ്പെസിഫിക് യെസ്. ഓക്കെ. സോ നമ്മൾ ടൈഅപ്പുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ടൈഅപ്പിൽ അത് എക്സാമ്പിൾസ് ഒന്ന് നോക്കുക. ക്യോട്ടോ നഗരം ജപ്പാൻ്റെ, അപ്പം ആ ഒരു നഗരവും അതുപോലെ വാരണസിയെ സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളൊരു ധാരണാപത്രമുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു ഇപ്പം ക്യോട്ടോ നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് തന്നെ ഇന്ത്യയും വാരണസിയും തമ്മിൽ ഈ ഒരു ക്യോട്ടോ വാരണസി കോർപ്പറേഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു കൺട്രി സ്പെസിഫിക് ആയിട്ട് നഗര ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള രാജ്യങ്ങളുമായി ചേർന്നുള്ള ഇത്തരത്തിലുള്ള ചില ധാരണാപത്രങ്ങളെല്ലാം ഒപ്പുവെച്ച് ആ ഒരു കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ക്യോട്ടോ നഗരവും വാരണസിയും തമ്മിലുള്ള ഒരു ജപ്പാനും ഇന്ത്യ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടൈഅപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അലഹബാദ്, അജ്മീർ, വിശാഖപട്ടണം എന്നീ 3 നഗരങ്ങളെ സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടിയിട്ട് യു എസ് എ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ ഇന്ത്യയും ചൈനയും 3 ഗുജറാത്ത് പ്രത്യേക കരാർ, ഗുജറാത്ത് സ്പെസിഫിക് പാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഗുജറാത്ത് പ്രത്യേക കരാറുകൾ എന്നുള്ള രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ. അപ്പം ഇത് രാജ്യങ്ങൾ തമ്മിൽ എന്നുള്ളതിനപ്പുറം ഒരു സിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ ഗുജറാത്ത് സ്പെസിഫിക് പാക്ട്സ് ആണ്. അപ്പോൾ ഗുജറാത്തിനെ എങ്ങനെ വികസിപ്പിക്കുക, അവിടുത്തെ urban ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ടൈഅപ്പ്. അപ്പോൾ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ടൈഅപ്പ് ആ ഒരു സിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ക്യോട്ടോ സിറ്റിയും വാരണസിയും, അപ്പോൾ അതുമായി കോർപ്പറേഷന് വേണ്ടി ഇന്ത്യയും ജപ്പാനും കൂടെ ഒരു ധാരണാപത്രം. അപ്പോൾ അതാണ്, അതായത് നമ്മൾ ഒരു സിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് രാജ്യങ്ങളുമായിട്ട് മറ്റ് രാജ്യങ്ങളിലെ സിറ്റിയുമായിട്ട് ആ രീതിയിലുള്ള ടൈഅപ്പുകൾ. അപ്പോൾ അലഹബാദ്, അജ്മീർ, വിശാഖപട്ടണം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം സ്മാർട്ട് സിറ്റി ആക്കാൻ US താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള
ചില ടൈപ്സ് എന്ന് പറയുന്നത് ഇന്ത്യ ചൈന ആയിട്ട് ഗുജറാത്തിന് വേണ്ടിയിട്ടുള്ളതും ക്യോട്ടോ നഗരവും വാരണസിയും ജപ്പാനും ഇന്ത്യയും തമ്മിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ഡെവലപ്പിംഗ് പോളിസീസ് ആയിട്ട്. അപ്പം ഇൻഡസ്ട്രിയൽ, അതായത് വികസന വ്യാവസായിക ഇടനാഴികൾ കൂടാതെ രാജ്യനിർദ്ദിഷ്ട ടൈപ്പുകൾ അല്ലെങ്കിൽ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പുകളും നമ്മൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണ്? urban ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ പോളിസീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണത്. അപ്പം അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടും കുറേ സിറ്റീസ് വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് urban ഡെവലപ്മെൻറ്റ് പോളിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, urban ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട പുതിയ നഗരങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള കുറച്ച് എക്സാമ്പിൾ. ഇപ്പോൾ ധോലേര SIR ഗുജറാത്തിലാണ്. അപ്പോൾ അതൊരു വളരെയധികം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ധോലേര SIR എന്ന് പറയുന്നത്. പുതിയ സിറ്റീസാണ് കേട്ടോ നമ്മുടെ രാജ്യത്ത്, നമ്മൾ ഇതുവരെ കേൾക്കാത്തതാണല്ലേ ഇതൊക്കെ. അപ്പോൾ ധോലേര SIR, ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ഗുജറാത്തിൽ, പലാവ മഹാരാഷ്ട്രയിൽ, ലവാസ മഹാരാഷ്ട്രയിൽ, ഗുഡ്ഗാവ് ഹരിയാന, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് ഭയങ്കരമായി വളർന്നൊരു സിറ്റിയാണ്. ഇപ്പം സ്മാർട്ട് സിറ്റി കൊച്ചി, നമ്മുടെ സ്മാർട്ട് സിറ്റി കൊച്ചി എന്നുള്ളത്, ഹൽദിയ പശ്ചിമ ബംഗാളിൽ, നവി മുംബൈ എയർപോർട്ട് സ്വാധീനം നോട്ടിഫൈഡ് ഏരിയ മഹാരാഷ്ട്ര, വേവ് സിറ്റി നമ്മുടെ തലസ്ഥാന ഡൽഹി ഏരിയയിൽ. അപ്പം ഇത്തരത്തിലുള്ള പുതിയ സിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ധോലേര SIR ഒരു എക്സാമ്പിളാണ്. അവിടെ വളരെയധികം വലിയ ഗ്രോത്ത് ആ ഒരു സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. എക്സ്പ്രസ് ഹൈവേയും കമ്പനീസും ഒക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള സിറ്റിയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സിറ്റിയാണ് ധോലേര SIR ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി, പലാവ, ലവാസ, ഗുഡ്ഗാവ്, സ്മാർട്ട് സിറ്റി കൊച്ചി, ഹൽദിയ, നവി മുംബൈ, വേവ് സിറ്റി. അപ്പം ഇത്തരത്തിൽ ഒരുപാട് സിറ്റീസ്, പുതിയ സിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കാം. അതുപോലെ അപ്പം അതൊരു എക്സാമ്പിളാണ്. ഇപ്പം നമ്മൾ ഈ പൊതു ജനങ്ങൾ നയിക്കുന്ന നഗരവികസന പദ്ധതികളുടെ ഉദാഹരണമാണ് ധോലേര ആണെങ്കിലും ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ആളുകൾ ഇപ്പോൾ ലാൻഡ് അക്വിസിഷന് വേണ്ടി ലാൻഡ് വിട്ടുകൊടുത്തും, അതുപോലെ ടെക് സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ അത് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തും. അപ്പോൾ ആ രീതിയിലൊക്കെ പൊതുജനങ്ങൾ നയിച്ചുകൊണ്ട് ഒരു നഗരം വികസിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഈ ഒരു പുതിയ സിറ്റീസിൽ പൊതുജനങ്ങൾ തന്നെ അവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പൊതുജനങ്ങൾ നയിക്കുന്ന നഗരവികസന പദ്ധതികളുടെ ഉദാഹരണമാണ് ഈ ധോലേരയും ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയൊക്കെ. അതുപോലെ സ്വകാര്യ, അതായത് പ്രൈവറ്റ്ലി ഡ്രിവൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന സിറ്റീസാണ് ലവാസയും പലാവയൊക്കെയാണ്. അപ്പം അതൊക്കെ ഒന്നൊരു എക്സാമ്പിളായിട്ട് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം നഗരവികസനം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മുടെ നഗരസൂത്രണത്തിലും വികസനത്തിലും ഡെവലപ്മെൻറ്റിലും അതിൻ്റെ പ്ലാനിങ്ങിലുമെല്ലാം സാങ്കേതിക വിദ്യ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ വളർച്ച, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാങ്കേതിക വിദ്യയുടെ ഹെൽപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുമ്പോൾ ISRO മെയിനാണ് അല്ലേ, നമ്മുടെ ISRO. സോ ഈ നഗരങ്ങളുടെ നഗരവികസനമൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നഗരം വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെല്ലുവിളികളുണ്ട് അല്ലേ. ഇപ്പോൾ ജനസംഖ്യ വർധനവുണ്ടാവും, നഗരം എങ്ങനെ വ്യാപിക്കപ്പെടുക, ഒരു എക്സ്പാൻഷൻ എങ്ങനെയാണ്. ഇപ്പോൾ നഗരം അതിങ്ങനെ വളരും തോറും അപ്പുറത്തെ കൺട്രീസ്, അപ്പുറത്തെ ചെറിയ ചെറിയ ഏരിയകളൊക്കെ നഗരത്തിൻ്റെ ഭാഗമാവും അല്ലേ, ജനസംഖ്യ വർധനങ്ങളുണ്ടാവും. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് പ്രോപ്പർ ആയിട്ടുള്ളൊരു ടൗൺ പ്ലാനിങ് ഇല്ല,
പ്രോപ്പറായിട്ട് നഗരങ്ങളെ പ്ലാൻ ചെയ്യുന്നില്ല, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിൽ തന്നെ നമ്മൾ ഈ ഒരു നഗരങ്ങളുടെ വികസനം വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഷ്യൂസിന് എത്രത്തോളം, ഇപ്പോൾ നഗരത്തിൽ എത്രത്തോളം ജനസംഖ്യയുണ്ട്, എത്രത്തോളം നഗരം വ്യാപിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നഗരവികസനം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെവലപ്മെൻറ്റ് പോളിസീസ് ഉണ്ടാക്കണമെങ്കിലും കൃത്യമായ ഡാറ്റ വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ഡാറ്റയ്ക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ISRO വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉയർന്ന റെസൊല്യൂഷനുള്ള സാറ്റലൈറ്റ് കൊണ്ടാണ്, സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പുതുക്കിയ ഡാറ്റ ഓരോ സമയത്തും ഒരു നഗരം എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, നഗരത്തിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ഏരിയ, ഇതൊക്കെ ISROയുടെ ഹെൽപ്പോടുകൂടെ നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യാൻ. അതുപോലെ നഗര പരിസ്ഥിതിയുടെ വിശാലമായിട്ടുള്ള വിപുലീകരണത്തിനൊക്കെ കൈകാര്യം ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും പ്ലാൻ ചെയ്യുന്ന ആളുകളെയൊക്കെ ഈ ഒരു ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡാറ്റയിലൂടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഗരവികസനം ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഭൂമി ഉപയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ മാപ്പിംഗ് ആപ്ലിക്കേഷനുകൾക്ക് വലിയ കവറേജ് ഉള്ളത് കൊണ്ട് തന്നെ നഗരത്തിൻ്റെ ഭൂമി എത്രത്തോളം വിനിയോഗിച്ചു എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിമോട്ട് സെൻസിങ്ങിലൂടെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ISRO അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് എന്താണ് ഈ ഒരു ഇത്തരത്തിലുള്ള, അതായത് പൊതുവെ നമുക്ക് നഗരവികസനത്തിന് ഡെവലപ്മെൻറ്റ് പോളിസീസ് എങ്ങനെ എടുക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ISRO ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ, ഇത്തരത്തിലുള്ള റിമോട്ട് സെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ തോതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോർത്ത് വയ്ക്കുക. കാരണം നമുക്ക് ഡാറ്റ അവൈലബിൾ ആയാൽ തന്നെയാണ് എത്രത്തോളം പ്ലാനിങ് വേണം എന്നുള്ളൊരു കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, UAV, അൺമാൻഡ് ഏരിയ വെഹിക്കിൾസ്, അല്ലെങ്കിൽ ആളില്ല ആകാശവാഹനങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലേ. സോ അപ്പോൾ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ISRO കണ്ടു അല്ലേ. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ISROയുടെ ഹെൽപ്പ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനുണ്ട്. ഇനി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അഥവാ നമ്മൾ ഡ്രോൺസ് എന്നൊക്കെ പറയും അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഡ്രോൺസിൻ്റെ ഒക്കെ ഉപയോഗം UAV ടെക്നോളജി നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ഉപയോഗം കാരണം എങ്ങനെയൊക്കെയാണ് നഗരവികസനത്തിന് അത് ഉപയോഗിക്കുക. അപ്പം സാങ്കേതിക വിദ്യയുടെ കാര്യം ഒന്ന് നമ്മൾ വരുന്നത് എവിടെയാണ്, ഈ ISROയുടെ ഭാഗമായിട്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെയൊക്കെ ഉപയോഗം. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഊർജ്ജ കാര്യക്ഷമത, അതുപോലെ പദ്ധതിയുടെ പുരോഗതി നിരീക്ഷിക്കാനും മലിനജല സംസ്കരണം റിലേറ്റഡ് ആയിട്ടുള്ള രൂപകൽപ്പന, യൂട്ടിലിറ്റീസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത്, അനധികൃതമായിട്ടുള്ള കൈമാറ്റം കണ്ടെത്തുക, കയ്യേറ്റം കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെ ഉപയോഗം വളരെ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നഗരവികസനത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഊർജ്ജ കാര്യക്ഷമതയൊക്കെയുള്ള ഒരു ഉപകരണം ആയതുകൊണ്ട് തന്നെ അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പദ്ധതിയുടെ പുരോഗതി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് മലിനജലം എങ്ങനെ മാനേജ് ചെയ്യുക, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആവുകയാണ് അല്ലേ. അപ്പോൾ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള UAV അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോൺസിൻ്റെയൊക്കെ ഹെൽപ്പ് കാരണം പല സ്റ്റേറ്റുകളും ഓൾറെഡി അവരുടെ നഗരാസൂത്രണത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അൺമാൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെ ഉപയോഗം. ഇപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, അതായത് ഇപ്പോൾ വ്യാവസായിക പാർപ്പിട മേഖലകളിൽ നിന്നുള്ള വരുമാനം ശേഖരിക്കുന്നതിനുള്ള നഗരാസൂത്രണം എങ്ങനെ വേണം, അല്ലെങ്കിൽ എങ്ങനെ മാനേജ്മെൻറ്റിൽ മാറ്റം വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏരിയയിൽ എങ്ങനെ വേണം, എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്, അതിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ഡ്രോണുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എക്സാമ്പിൾ അത് ഇപ്പോഴേ ഉപയോഗിക്കുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള അൺമാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രോൺസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ അനധികൃത നിർമ്മാണം കണ്ടെത്തുന്നതിൽ 30% പുരോഗതി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം അനധികൃത നിർമ്മാണം എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ സിറ്റീസ് നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഈ അനധികൃത നിർമ്മാണമൊക്കെ കണ്ടെത്തുന്നതിൽ ഒരു 30% പുരോഗതി ഇത്തരത്തിലുള്ള ഈ ഒരു ഡ്രോൺസിൻ്റെയൊക്കെ ഉപയോഗം മൂലമുണ്ട്. നമ്മുടെ റവന്യൂ വരുമാനത്തിൽ 20% വർധനയുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള അൺമാൻഡ് ആയിട്ടുള്ള സർവീസസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന
2 നേട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോൺസ് ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുന്നു, ISRO എങ്ങനെ ഉപയോഗപ്പെടുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് GIS സിസ്റ്റം എങ്ങനെയാണ് ഹെൽപ്പ് ആവുന്നത്. അപ്പോൾ അതും അഗെയിൻ സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗമാണ് അല്ലേ. സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നഗരാസൂത്രണത്തിനും നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിനും അതുമായി ബന്ധപ്പെട്ട പോളിസീസൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ നഗരാസൂത്രണത്തിനും വികസനത്തിനൊക്കെ പൊതുവെ ഉപയോഗിക്കുന്നത് GIS സംവിധാനം തന്നെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പറഞ്ഞു ഏതൊരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റയാണ് ഏറ്റവും ആവശ്യം അല്ലേ. അപ്പോൾ ഈ ഒരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഡാറ്റ സംരക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനൊക്കെ GIS സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ സ്പെഷ്യൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ പ്രദർശിപ്പിക്കുന്നതിന് GIS സഹായിക്കുന്നുണ്ട്. സ്മാർട്ട് മാപ്പുകൾ സൃഷ്ടിക്കുന്നതിന്, സ്മാർട്ട് ആയിട്ടുള്ള മാപ്പുകളുടെ ക്രിയേഷനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം സ്പോഞ്ച് സിറ്റി മിഷൻ എന്നുള്ളതാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വെള്ളപ്പൊക്കം എന്നുള്ളതാണ് അല്ലെ. പ്രോപ്പറായിട്ട് നമ്മുടെ പട്ടണങ്ങൾ പ്ലാൻ ചെയ്യാത്തതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഈ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണം നമ്മുടെ രാജ്യത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു ഇഷ്യൂവും ഉണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്കൊരു സ്പോഞ്ച് നഗരങ്ങൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ നീങ്ങേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അമൃത് അല്ലെങ്കിൽ ഹൃദയം അങ്ങനെയുള്ള ഈ പ്രോഗ്രാംസിനൊക്കെ ഉപയോഗിച്ച് സ്മാർട്ട് സിറ്റി മിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു സ്പോഞ്ച് സിറ്റി മിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ സാധിക്കും. വെള്ളപ്പൊക്കത്തെ തടയാൻ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നമ്മുടെ രാജ്യങ്ങളൊരു ഇത്തരത്തിലുള്ളൊരു സ്പോഞ്ച് സിറ്റികൾ അല്ലെങ്കിൽ സ്പഞ്ച് സിറ്റികൾ എന്നുള്ളൊരു രീതിയിൽ മാറേണ്ടതായിട്ട് ഉണ്ട്. അപ്പം അതാണ് അത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യം കൂടിയുള്ളത് ദേശീയ നഗര ആരോഗ്യ ദൗത്യം എന്നുള്ളതാണ്. അപ്പം നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന കാര്യം, ദേശീയ നഗര ആരോഗ്യ ദൗത്യം. അപ്പോൾ ഈ ഒരു നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ട് നമ്മുടെ രാജ്യത്തിന്, ദേശീയ ആരോഗ്യ ദൗത്യം. അപ്പോൾ അതിൻ്റെ ഒരു ഉപദൗത്യം എന്നുള്ള രീതിയിലാണ് ദേശീയ നഗര ആരോഗ്യ ദൗത്യം എന്ന് പറയുന്ന കാര്യം. അപ്പം അതിലൂടെ നഗരവാസികളുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുക, നഗരത്തിലുള്ള ദരിദ്രരെ കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ സേവനങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ഉപദൗത്യമാണ് നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ. അതുപോലെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ദേശീയ നഗര ആരോഗ്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നഗരങ്ങളിലുള്ള ആളുകളുടെ ആരോഗ്യ ലക്ഷ്യങ്ങൾ നേരിടാനാണ്. അപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ, ദേശീയ ആരോഗ്യ നയം, അത് നാഷണൽ ഹെൽത്ത് ഏർബൻ എന്നുള്ള രീതിയിലും നാഷണൽ ഹെൽത്ത് റൂറൽ എന്ന രീതിയിലുണ്ട്. അപ്പോൾ നഗരത്തിൻ്റെ ആരോഗ്യത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് നഗരപ്രദേശങ്ങളിലുള്ള, പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ള ദരിദ്രർക്കിടയിലെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നഗരത്തിൻ്റെ പ്രത്യേക ആരോഗ്യ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെ ഒരു ആരോഗ്യ പരിരക്ഷാ സംവിധാനം വികസിപ്പിക്കുക. അതുപോലെ അതിലൂടെ ഇന്ത്യയിൽ നഗര ജനസംഖ്യയിലെ ദുർബലരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള വിഭാഗങ്ങളെ അവരെ പരിപാലിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും നടപ്പിലാക്കൽ, നിരീക്ഷണം, ഇവയിലൊക്കെ കൂടുതൽ സജീവമായിട്ടുള്ള ഇടപെടലുകളിനായിട്ട് സമൂഹത്തിൻ്റെ ഒരു പങ്കാളിത്തവും വേണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ നഗര ജനസംഖ്യയിൽ വളരെ വലിയൊരു വളർച്ചയാണ്. അപ്പോൾ അതും ആരോഗ്യ അപകടങ്ങൾക്ക് നേരിട്ട് ജനസംഖ്യയുടെ വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് ആരോഗ്യ അപകടങ്ങളുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ കണ്ടെത്താം. അതുപോലെ മറ്റൊരു കാര്യം ഓർത്തു വയ്ക്കേണ്ടത് 50,000 ആളുകൾക്കെതിരെ 50,000-ത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ നഗരങ്ങളും പട്ടണങ്ങളും ഈ ഒരു നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ പരിരക്ഷിക്കും. ഓക്കെ,
അപ്പോൾ ഈ 50,000 ജനസംഖ്യയിൽ താഴെയുള്ളവർ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 50,000-ലധികം ജനസംഖ്യയുള്ള ഉള്ള പട്ടണങ്ങളാണ് ഈ ഒരു നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ. അതിൽ താഴെയാണ് ജനസംഖ്യയെങ്കിൽ അത് വരുന്നത്, ആ ഒരു ഏരിയ വരുന്നത് നാഷണൽ ആരോഗ്യ ദൗത്യം റൂറൽ എന്നുള്ളതിൻ്റെ കീഴിലായിരിക്കും എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് പോളിസീസുമായി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഏർബൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, സ്കീംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പോളിസീസാണ് ഇതിൽ പറഞ്ഞത്. അപ്പം ഈ ഒരു പ്രോഗ്രാംസും അതുപോലെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യവും അതുപോലെ ഒരു ആക്ട് നമ്മൾ പറഞ്ഞു, 2013 ആക്ടുമായി ബന്ധപ്പെട്ട കാര്യം. അതുപോലെ ഡിഫറെൻറ്റ് സ്കീംസ്, സ്വച്ഛ ഭാരത് മിഷൻ ഏർബൻ, പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വ്യാവസായികമായിട്ടുള്ള കോറിഡോർസ് ഉള്ളത് പറഞ്ഞു. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ടൈപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പത്രത്തിൽ പല സിറ്റീസും ഡെവലപ്പ് ആവുന്നു. സ്മാർട്ട് സിറ്റീസിൻ്റെ ഭാഗമായിട്ട് പല സിറ്റീസും ഡെവലപ്പ് ആവുന്നു. സിറ്റീസ് പ്രൈവറ്റ് ഒരു പാർട്ടിസിപ്പേഷനിലൂടെയും അതുപോലെ പൊതുജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിലൂടെയും പുതിയതായിട്ട് വന്നിട്ടുള്ള ധോലേര ഉൾപ്പെടെയുള്ള ഒരുപാട് സിറ്റീസ് നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നാഷണൽ ഏർബൻ ഹെൽത്ത് മിഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബേസിക് ആയിട്ട്, അതുപോലെ ടെക്നോളജിയുടെ ഉപയോഗം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ISROയുടെ ഉപയോഗമായാലും GISൻ്റെ ഉപയോഗമായാലും അതുപോലെ ഡ്രോണുകളുടെ ഉപയോഗമായാലും ഇതൊക്കെ എങ്ങനെ ഏർബൻ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്, അപ്പോൾ എത്രയാണ്. അപ്പോൾ നമ്മൾ ഏർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ള ഭാഗം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഏർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.